വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 5ാമത്തെ നോമ്പല്ലേ. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റു ഇടയത്താഴമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റൈഹാനും റിച്ചുവും എണീറ്റിട്ടുണ്ട് ഇടയത്താഴം കഴിക്കാനായിട്ട്. അപ്പോൾ റിച്ചുവിന് ചോറ് വേണ്ട, ഒറോട്ടി മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് റിച്ചുവിന് ഒറോട്ടി കൊടുത്തു. നമ്മുടെ റൈഹാൻ തന്നെ ചോറ് കഴിക്കുന്നു. അപ്പോൾ ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റു കേട്ടോ, ഇന്നലെ താമസിച്ചത് കൊണ്ട് തന്നെ. അപ്പം അത്താഴത്തിന് നമുക്ക് ചോറും ചൂര മീൻ കറിയും ചൂര വറുത്തതും അച്ചാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. കിടന്നിട്ട് എണീറ്റിട്ട് രാവിലെ ഇതേണ്ട പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. മക്കൾക്ക് ഇന്ന് സ്കൂളിലില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, കുംഭഭരണി ആയതുകൊണ്ട് സ്കൂളില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് രണ്ടാൾക്കും സ്കൂളില്ലാത്തതിന് രണ്ടുപേരെ എണീപ്പിച്ചിട്ടില്ല. അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഞാൻ ഈ നോക്കുന്ന വേറെ ഒന്നുമല്ല കേട്ടോ, മഴക്കാറുണ്ടായിരുന്നു. മഴ പെയ്യുമോ ഇല്ലയോ എന്നറിയത്തില്ലല്ലോ, അതാണ് ഈ നോക്കുന്നത്. പിന്നെ കൈയോടെ തന്നെ രാവിലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് അടുത്ത്. സാധാരണ ഞാൻ രാത്രി കിടക്കുമ്പോഴേ പാത്രങ്ങളെല്ലാം കഴുകാറുള്ളതാണ്. ഇന്നലെ ഞാൻ കഴുകിയില്ല കേട്ടോ, അതുകൊണ്ട് കൂടുതൽ പാത്രമുണ്ടോ അതെല്ലാം രാവിലെ തന്നെ ഞാനെല്ലാം കഴുകി വെച്ചു കേട്ടോ. പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിച്ചുവിനെ അത് ഒരു 3 മണിയൊക്കെ ആയി കേട്ടോ. 3 അല്ല 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ റിച്ചു ഉറക്കമായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയ ആളെന്നെ ഞാൻ 4 മണിയായപ്പോൾ വിളിച്ചുണർത്തി. വേറെ നല്ല ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉറക്കച്ചടം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൊണ്ടുവിട്ടു. അപ്പം റിച്ചുവിനെ ട്യൂഷനാക്കിയിട്ട് നേരെ വന്ന് അടുപ്പ് കത്തിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇടയത്താഴത്തിനുള്ള ചോറ് വെക്കണം, അതിനാണ് അടുപ്പ് കത്തിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ചോറ് വെച്ചിട്ട് മാങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഞാൻ തിരിഞ്ഞ് മാറ്റി വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുതുമ്പും ചൂട്ടും ഒക്കെ വെച്ച് ഞാൻ തീ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചു കേട്ടോ. ഇനി അത്താഴക്കലം വെച്ച് കൊടുക്കാം. നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പോയി നമ്മുടെ കലത്തിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്, ഞാൻ ചെരുവത്തിൽ അരി എടുത്തിട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കഴുകി അതതിനകത്തോട്ട് ഇട്ടു കേട്ടോ. അപ്പം നമ്മുടെ റൈഹാൻ നല്ല ബോറടിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടുകയാണ് കേട്ടോ. അപ്പം ചെയ്യേണ്ട, ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പം ഇനി ഇത് അവിടെ കിടന്ന് വേവട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീ നോക്കി കൊടുത്താൽ മതി. പിന്നെ വൈകിട്ടത്തെ പരിപാടിക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അപ്പം ഫ്ലാസ്ക് കഴുകാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഞാൻ ഫ്ലാസ്കിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ചരുവ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്നൊന്ന് സ്കിപ്പായിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്. പിന്നെ കുറച്ച് തേങ്ങ ഒക്കെ തിരിങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തിരിങ്ങി മാറ്റി വെച്ചു. ആ ഒരു പണി ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ നൗഫിയുടെ അപ്പിയപ്പായും വന്നത് പെരവാസ്തോലി വിളിക്കാനായിട്ട്. പിന്നെ അവരുമായിട്ട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവർ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു. കുറച്ച് മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടക്കറിയാണ് നമ്മളിന്ന് വെക്കുന്നത്. പിന്നെ തലേദിവസം തന്നെ നമ്മൾ അരിപ്പത്തിരി ഉണ്ടാക്കിയത് കുറച്ച് ബാലൻസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വേണ്ട ചുടുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉമ്മ തണ്ണിമത്തങ്ങയൊക്കെ മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് എല്ലാം പ്ലേറ്റിലോട്ട് അരിഞ്ഞരിഞ്ഞ് വെക്കുവാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മുന്തിരി ജ്യൂസ് അടിച്ചത് കുപ്പിയിലാക്കി അമ്മ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുന്തിരി ജ്യൂസും അത് സെറ്റാക്കി മാറ്റി വെച്ചു. പിന്നെ കുറച്ച് പൊരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, മുട്ട ബജിയും കട്ട്ലറ്റും ഏത്തയ്ക്കാപ്പവും ഉള്ളിവടയൊക്കെ. അങ്ങനെ അതെല്ലാം എടുത്ത് ടേബിളിൻ്റെ പുറത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എന്ത് ഞാൻ എല്ലാവർക്കും ഉള്ളത് ഉമ്മായിക്ക് മധുരം ഇല്ലാതെ ബാക്കിയുള്ളവർക്ക് മധുരം കിട്ടും. പിന്നെ തണുത്ത വെള്ളം, എനിക്ക് മിനറൽ വാട്ടർ കേട്ടോ, ഞാൻ തണുത്ത വെള്ളം വെച്ചെല്ലാം നോയി പൊറിക്കാറ്. അപ്പോൾ അതെല്ലാം ഫ്ലാസ്കിനകത്ത് ആ ചായ എല്ലാം ഇട്ട് വെച്ചു. അപ്പോൾ അതേണ്ട നോമ്പ് കുറിക്കാൻ ബാങ്ക് വിളിച്ചു. അപ്പോൾ നമ്മുടെ റിച്ചു ആദ്യം തന്നെ നോമ്പ് കുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസ് കുടിച്ച് നോമ്പ് കുറിക്കുന്നുണ്ട്. നോമ്പ് കുറിച്ചത് ജ്യൂസ് കുടിച്ചല്ല കേട്ടോ, ചാരയ്ക്ക കൊണ്ട് നോമ്പ് കുറിച്ചിട്ട് പിന്നെ വെള്ളം കുടിച്ചു. പിന്നെ അതിന് ശേഷം ജ്യൂസ് കുടിച്ചു. അപ്പോൾ അതേ തണ്ണിമത്തങ്ങ കുടിച്ചു, ജ്യൂസ് കുടിച്ചു. അപ്പോൾ ബജ്ജിയൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ കഴിച്ചു ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതായത് നമ്മളെല്ലാവരും നോമ്പൊക്കെ മുറിച്ചിട്ട് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റയാനും റിച്ചുവിനും ഒക്കെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.